നമസ്കാരമുണ്ട്. കാലത്ത് തന്നെ നേരെ വടക്കാഞ്ചേരി നമ്മുടെ ഈ ഒരു വീടിൻ്റെ പ്ലാനുകളൊക്കെ തയ്യാറാക്കി തന്നിട്ടുള്ള എൻജിനീയറിൻ്റെ വീട്ടിൽ പോയി എൻജിനീയറിൻ്റെ കാര്യങ്ങളൊക്കെ മേടിച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നേരെ അത് മുനിസിപ്പാലിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി ചെന്നപ്പോൾ അവിടുത്തെ സാറെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേപ്പറുകൾ ഇങ്ങോട്ട് തന്നു. പേപ്പറുകൾ തന്നിട്ട് പറഞ്ഞു ഇത്രയും പ്രൂഫുകൾ ഇനി മുനിസിപ്പാലിറ്റിയിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞു നേരെ ദിയമോളുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, പാരൻസ് മീറ്റിംഗ്. ആ ഒരു മീറ്റിങ്ങിന് ചെന്നു. ഒരു 2 മണിക്കൂർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഹായ് ഋഷ്യ. അപ്പോൾ മീറ്റിങ്ങിന് 2 മണിക്കൂർ മീറ്റിംഗ് ഇരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ട് പുതിയ സ്കൂളത്തെ നവീകരിച്ച കാര്യങ്ങളും ദിയയുടെ സ്കൂളിൽ 2ാം നില വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം അവിടെ എത്ര വരെ ഉണ്ട്? 7 വരെ. എനിക്ക് തോന്നുന്നു ഇനി 10 ആവാൻ പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷെ മുകളിൽ ക്ലാസ് റൂമുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ദിയനെ കുറിച്ചൊക്കെ ഞാൻ ടീച്ചർമാരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ദിയ മിടുക്കിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. കേട്ടപ്പോൾ സന്തോഷം. ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് അത് കേൾക്കാനാണല്ലോ ആഗ്രഹിക്കുക. മക്കൾ നന്നായിരിക്കണു സ്കൂളിൽ ക്ലാസ്സിൽ എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമുക്ക് ആ ഒരു പേപ്പർ തന്നെ ഇതാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ എല്ലാം ഉണ്ട്. അതായത് മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ പുതിയ വീടിന് കൊടുക്കാനുള്ള പെർമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒപ്പം തന്നെ വാർഡ് കൗൺസിലറിൻ്റെ ഒരു സൈൻ വേണം മുനിസിപ്പാലിറ്റിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാർഡ് കൗൺസിലർ തന്നെ ഇപ്പോൾ ദിയയുടെ സ്കൂളിൽ മീറ്റിങ്ങിന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വാർഡ് കൗൺസിലറായിട്ട് സംസാരിച്ചു. ആളുടെ ഒരു സാക്ഷ്യപത്രം, ഒരു സമ്മതപത്രം മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന സ്ഥലത്ത് വീട് വെച്ച് ഇരിക്കാനുള്ള, അതായത് ഇത്രയും വർഷമായിട്ട് നമ്മളിവിടെ താമസിക്കുന്നുണ്ട്, അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ താമസക്കാരാണ്, പുതിയൊരു വീടിന് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ സമ്മതപത്രം മേടിച്ച് സൈനൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് വീടിൻ്റെ പെർമിറ്റൊക്കെ റെഡിയായി. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് വീട് സാങ്ഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒറിജിനൽ ആധാരം അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അതിൽ എഴുതിയിട്ടുണ്ട്. ആധാരം സപ്പോസ് അതിൽ ഇനിയുണ്ട് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ആധാരം അല്ലെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളും കൂടി ഇതിൽ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ ഞാൻ വായിക്കാം കേട്ടോ. ആ പേപ്പർ എടുക്കട്ടെ. അതായത് ഒന്നല്ലെങ്കിൽ ആധാരം, അല്ലെങ്കിൽ ട്രൈ പാർട്ടി, വില്ലേജ് സാക്ഷ്യപത്രം, മുദ്രപത്രത്തിലെ സമ്മതപത്രങ്ങൾ, കരാർ പത്രം. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ബാങ്ക് അക്കൗണ്ട് ബുക്ക്, പിന്നെ കൗൺസിലർ സാക്ഷ്യപത്രം അതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗുണഭോക്താവിൻ്റെ സാക്ഷ്യപത്രം, അതായത് എൻ്റെ പെർമിറ്റ്, പ്ലാന്, വില്ലേജ് നികുതി അടച്ച രസീത്, പൊസഷൻ കൈവശം, പിന്നെ റേഷൻ കാർഡ് കോപ്പി, അപേക്ഷ. അപ്പോൾ റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പി എന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങളിവിടെ താമസിക്കുന്ന ഈ ഒരു വീടിന് ഞങ്ങൾക്ക് റേഷൻ കാർഡൊന്നുമില്ല. പക്ഷെ എൻ്റെ പേരിൽ എളനാട് ചേലക്കരയിലൊരു റേഷൻ കാർഡുണ്ട്. ഇങ്ങോട്ട് നിൽക്കടാ, കാണാൻ. അപ്പോൾ എൻ്റെ പേരിലുള്ള റേഷൻ കാർഡ് എളനാടാണ്. അപ്പോൾ ആ ഒരു കാർഡ് മതി വെച്ചപ്പോൾ അത് മതി എന്ന് പറഞ്ഞത്. എൻ്റെ പേരിലുള്ള അപേക്ഷകൻ്റെ വീട് അപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ വീട് ആർക്കാണോ എന്നുള്ള അയാളുടെ പേരിലുള്ള റേഷൻ കാർഡാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു റേഷൻ കാർഡ് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഈ താമസിക്കുന്ന ഈ വീടിന് നമ്പർ കിട്ടിയിട്ടില്ല. അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞപ്പോൾ ഉള്ളതുപോലെ മതി, ഉള്ളതൊക്കെ കൂടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്തായാലും ഏറ്റവും മെയിനായിട്ട് നമ്മൾ ആധാരത്തിൻ്റെ ഒരു കാര്യമാണ്. നമ്മൾ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട് കുറി കമ്പനിയിൽ. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ആധാരം അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ആധാരം അവിടെ സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു ആധാരം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ നമ്മുടെ സ്ഥലം ഇതാണല്ലോ, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മേമയുടെ സ്ഥലമുണ്ട്, അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ സ്ഥലം. ഞാൻ മേമനെ വിളിച്ച് ചോദിച്ചു, മേമയ്ക്ക് എന്തായാലും ഇപ്പോൾ കല്യാണം കഴിച്ച് പോയ അവിടെ, അതായത് പാപ്പന് അത്യാവശ്യം വീടും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്, എരുമപ്പെട്ടി കടങ്ങോട് ഭാഗത്ത്. അപ്പോൾ ഈ ഒരു സ്ഥലം ഇവിടെ മേമയുടെ പേരിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മേമ ഈ സ്ഥലം ഞാൻ പൈസ എടുത്തിട്ട് രജിസ്റ്റർ എനിക്ക് ഈ ആധാരം തരാൻ പറ്റുമോ, കുറി കമ്പനിയിൽ കൊണ്ടുകൊടുക്കാനാണ് പറഞ്ഞു. അപ്പോൾ മേമ പറഞ്ഞത് ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ചിട്ട് എന്താ തീരുമാനം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ആലോചിക്കാനുള്ളൊരു സമയം കൊടുത്തിരിക്കുകയാണ്. അതെന്തായാലും നേരിട്ടൊന്ന് ചോദിക്കണം എന്താണ് പറയണത് എന്നുള്ളത്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ എളുപ്പമല്ല. കാരണം അച്ചാച്ചൻ മരണപ്പെട്ടു. അച്ചാച്ചൻ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഈ ഒരു സ്ഥലം നമ്മുടെ പേരിലേക്കാക്കിയത്. പക്ഷേ അച്ചാച്ചൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ, മക്കൾക്ക് ഈ സ്ഥലം, അവരുടെ മക്കൾക്ക് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മക്കളുണ്ടോ
അച്ചാച്ചന് ആ മക്കളുടെയൊക്കെ സമ്മതം വേണമെന്നുള്ളതാണ് ആധാരം എഴുതുന്ന ആളെ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ അത്രയും പേര് ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ വേണ്ടിവരും. അപ്പോൾ എന്തായാലും ഞാൻ മേമടത്ത് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മേമടത്ത് ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രം. പിന്നെ മാമനോട് നമ്മൾ ആധാരത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടില്ല. മാമനും ഇതേപോലെ നമ്മൾ അതായത് മെയിനായിട്ട് ചോദിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഒരു പേർക്ക് വേണ്ടിയിട്ട് അതായത് ഒരു ആധാരമൊക്കെ ഒരു ചോദിക്കുക പറയുമ്പോൾ തന്നെ ഒരു വീടിൻ്റെ ഒരു ആധാരം അങ്ങനെ ആരും പെട്ടെന്ന് തന്നെ ഒന്നും എടുത്തു തരില്ല. അതിപ്പോൾ എൻ്റെ ആധാരം വേറെ ആൾ ചോദിച്ചാലും കൊടുക്കണമെങ്കിൽ ഒരുപാട് ചിന്തിക്കും. അത് ഭയങ്കര റിസ്ക്കാണ്. കാരണം നമ്മൾ ഇരിക്കുന്ന വീടിൻ്റെ അടിത്തറയാണ് നമ്മൾ വേറെ ആൾക്ക് നമ്മുടെ ജാമ്യത്തിൽ കൊടുക്കുന്നത്. അങ്ങനെ പല പ്രശ്നങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ കുറിക്ക് ഈട് വെച്ച ഇത് ആധാരം ഇതുകൊണ്ട് കുറി കമ്പനിയിൽ നിന്ന് എൻ്റെ ഒറിജിനൽ ആധാരം എനിക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആധാരം അവിടെ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗോൾഡ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഗോൾഡും നമ്മുടെ കയ്യിലില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വേറൊരു സമ്മാനം എന്ന് പറയുന്നത് ദിയക്കുട്ടി പറഞ്ഞു. ദിയ തന്നെ പറയും. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടത്തെ ബുള്ളറ്റ് മാമൻ പറഞ്ഞൊരു മാമനുണ്ട്. ആ മാമയ്ക്ക് എന്ത് മാമൻ? ബുള്ളറ്റ് മാമൻ, സനു മാമൻ പേര്. അങ്ങനെ പേര് പറയാൻ പറഞ്ഞാ കുഴപ്പമില്ലല്ലേ? എൻ്റെ കുട്ടി സന്തോഷത്തിൽ പറഞ്ഞല്ലേ, കുഴപ്പമൊന്നുമില്ല. അതായത് ഞങ്ങൾ 2 ദിവസം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ എൻ്റെ നമ്പറൊക്കെ ആദ്യമായിട്ട് ഫോൺ നമ്പറൊക്കെ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്രസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയക്കുട്ടിക്ക് ഒരു കട്ടർ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം കട്ടർ ഞാൻ മേടിച്ചു കൊടുക്കാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കട്ടർ എനിക്ക് തോന്നുന്നത് ഈ കിടക്കുന്നതുണ്ട്, അത് വണ്ടിയാണ് കിടക്കുന്നത്, ഒരു 2 വീലർ. അതിൻ്റെ അപ്പുറത്ത് തന്നെ കട്ടർ കിടക്കുന്നുണ്ട്. ഒരു 2-3 നാശമായിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചിലത് വെറുതെ അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ടിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കട്ടർ മേടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അച്ഛൻ കട്ടർ ഇപ്പോൾ മേടിച്ച് തരില്ല. നമുക്കൊരു കാര്യം, നമുക്കൊരു വീഡിയോ ചെയ്യാം. ഒരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോയിൽ നമുക്കൊരു കട്ടർ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ അങ്ങനെ വീഡിയോയിൽ പറയുകയും ചെയ്തു. അപ്പം നമുക്ക് ഗിഫ്റ്റായിട്ടൊരു കട്ടർ വരണം, ആരെങ്കിലും തരണം. എന്തായാലും ഉണ്ണിക്ക് കുറേ നാളെ എല്ലാവരും ഒരു കട്ടറല്ല ഉണ്ണികൾക്ക്, ഉണ്ണിവാവയ്ക്കായാലും ദിയയ്ക്കാണെങ്കിലും ഒരുപാട് പേര് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ രാകേഷ് ഒന്നില്ലെങ്കിൽ നമ്പർ ഇതായോ അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പരാതിയും കൂടി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്, ദിയയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എൻ്റെ ഫോൺ നമ്പറും ഐ ഡിയൊക്കെ ഞാൻ അവിടെ പിൻ ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്കിനിപ്പോൾ അതിലാരെങ്കിലും കൊറിയർ ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. ചിലവർ പറയാതെ തന്നെ എന്തെങ്കിലും ഗിഫ്റ്റുകൾ മുന്നേ കൂട്ടി വെച്ചിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദിയയ്ക്ക് ഉള്ള ഗിഫ്റ്റ് നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ ദിയയുടെ ഒരു ബുള്ളറ്റ് മാമൻ എന്നാണ് ദിയ വിളിക്കുക. ആ അങ്കിളിന് ബുള്ളറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ബുള്ളറ്റ് മാമൻ ദിയയ്ക്ക് ഒരു പാത്രം നിറച്ച് പെൻസിലും കുറേ കട്ടറുണ്ടല്ലേ, 2 കട്ടറുണ്ടല്ലേ. അപ്പോൾ കട്ടറും പെൻസിലും പേനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഓക്കെ, പഠിച്ചിട്ട് മാർക്കൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ, സ്റ്റാറൊക്കെ. ഓക്കെ, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമല്ലേ? ഇനിയും വരുമോ ഗിഫ്റ്റ്? അറിയില്ലല്ലേ? പക്ഷെ പറയും, മതി പറയും, ഗിഫ്റ്റ് കിട്ടി പറയും. ഗിഫ്റ്റ് അല്ല, ഗിഫ്റ്റ് കിട്ടി പറയും. സന്തോഷമായി, എനിക്ക് ഗിഫ്റ്റ് കിട്ടി, ഇനി ആരും ഗിഫ്റ്റ് ഇപ്പം അയക്കണ്ട കേട്ടോ എന്ന് പറയും. പറയും ഓർക്ക് ഇതാരും അയക്കണ്ടെന്ന്. ശരി, അതെ, ഞാൻ പറയാം. ദിയക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടാ, ഞാനും ദിയക്ക് ഇപ്പോൾ തൽക്കാലം ഗിഫ്റ്റ് അയക്കണ്ടെന്നാണ് പറയണത്. ഓക്കെ, എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ബായ് പറയും? നമ്മുടെ വീട്ടിലൊരു ബായ് വന്നിട്ടുണ്ട്. ചുരിദാർ പീസാ, നല്ല ടൈം. അതല്ലേ, നീ 2 ഫ്രീ തന്നോ? ഇല്ലടാ ബായ്. ഇപ്പോൾ വൈഫ് ബിവി പ്രഗ്നൻ്റ്, പ്രസവം കഴിഞ്ഞിട്ടുള്ളൂ, ഡെലിവറി കഴിഞ്ഞു. ഓക്കെ, അതിൻ്റെ ടൈമിൽ റെസ്റ്റിലാണ്. കാമില്ല ചുട്ടി, പൈസ ഇല്ല നെയ്. ഓക്കെ, നെക്സ്റ്റ് ടൈം. അപ്പോൾ ഒരു ബായ് കൊണ്ട് വന്നാണ് കേട്ടോ. വന്നിട്ട് മറ്റേ ചുരിദാർ പീസ് വേണമെന്ന് ചോദിച്ചാണ്. നല്ല ടൈമാണ്. ചുരിദാർ പീസായാലും കള്ളിമുണ്ടായാലും കായ്മുണ്ടായാലും മേടിക്കാൻ ഉള്ള സാമ്പത്തികമുള്ള സമയമല്ല. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടി, ആ ഒരു സന്തോഷം അറിയിച്ചെന്ന് മാത്രം. ഒപ്പം തന്നെ വീടിൻ്റെ പെർമിറ്റും കാര്യങ്ങളും അതും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മാഡത്തിന് എന്താ പറയുള്ളത്?
ഇല്ല സന്തോഷായി. പിന്നെ ചേട്ടാ ആദ്യമായിട്ട് ഉണ്ണിയുടെ സ്കൂളിൽ പോയി, അല്ല സ്കൂൾ മീറ്റിങ്ങിന് പോയി, അതും ഒരുപാട് സന്തോഷായി. എല്ലാ മീറ്റിങ്ങിനും ദൃശ്യമാണ് പങ്കെടുക്കാറുള്ളത്. പരമാവധി ഞാൻ ഇതുവരെ പോയിട്ടില്ല, വെറുതെ ഉണ്ണിനെ കൊണ്ടാക്കാൻ പോയിട്ട് ഡെയിലി വരുന്ന ആള് ഞാനന്ന് മാത്രം, പക്ഷെ മീറ്റിങ്ങിന് പോകാറില്ല. അപ്പോൾ ഈ മീറ്റിങ്ങിന് ഇപ്പോൾ ദൃശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ തീരുമാനിക്കുകയാണ്, പുതിയ പുതിയ അജണ്ടകൾ, കണക്ക് ബോധിപ്പിക്കൽ അതൊക്കെ ആയിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ എന്തായാലും ഞാൻ പങ്കെടുത്തു. ഒപ്പം തന്നെ നമുക്ക് കൗൺസിലറിനെ കാണാനും അവിടെ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ 2 കാര്യം നടന്നു അങ്ങനെ. പിന്നെ ഉണ്ണിയുടെ കാര്യം പറയും. ഉണ്ണി കുഴപ്പമില്ല, കാലത്തും അതുപോലെയൊക്കെ തന്നെ പോയത്. ഉറക്കെ പറയും. കാലത്തും അതുപോലെയൊക്കെ തന്നെയാണ് മോശം പോയത്. കുഴപ്പമില്ല, മാറുന്നു വിചാരിക്കുന്നു, മാറും. അല്ല ഡോക്ടർ കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞു, അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ടെൻഷനില്ല. ഇന്നലെ ഡോക്ടറെ കാണിച്ചപ്പോൾ തന്നെ ടെൻഷൻ പോയി. ഇനിയിപ്പോൾ അത് വിഷയമില്ല. നമ്മൾ അത് എന്താണെന്നാണ് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇരിക്കല്ലോ. അപ്പോൾ ഇന്നലെ മെഡിക്കൽ കോളേജിൽ പോയി കാഷ്വാലിറ്റിയിൽ പോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്, അതൊക്കെ മാറും. എന്തെങ്കിലും ഇനി സപ്പോസ് ഉണ്ണിക്ക് അസ്വസ്ഥത ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുവരാൻ പറഞ്ഞു, മടിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, കുറച്ച് പരിപാടി വിട്ടു. സമയം എത്രയും 4:10 എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ. അതായത് കുറച്ച് റണ്ണിങ്ങിലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിൽ. താങ്ക് യു.